ഹായ് ഹലോ, ചിൽഡ്രൻ സിറ്റിയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ, എൻ്റെ പിള്ളേരുമൊത്ത്. ഇത് ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ ട്രിപ്പാണ്. ദുബായ് ക്രീക്ക് പാർക്കിലുള്ള ചിൽഡ്രൻ സിറ്റിയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം സെറ്റാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഞങ്ങൾ യാത്ര തിരിച്ചു. ഏതാണ്ട് അരമണിക്കൂർ യാത്രയുണ്ടായിരുന്നുള്ളൂ. ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ക്യാപ്പൊക്കെ വെച്ച് റെഡിയായി. നല്ല ചൂടാണ് പുറത്ത്. ഇത് കംപ്ലീറ്റ്ലി ഒരു ഇൻഡോർ വിസിറ്റ് ആയിരുന്നതുകൊണ്ട് കുട്ടികൾക്ക് അത്ര വെയിൽ കൊള്ളേണ്ടത് ക്ഷീണിക്കേണ്ടതായിട്ട് വന്നിട്ടൊന്നുമില്ല. കയറി ചെല്ലുന്നുടനെ സിൻഡ്രല്ല സ്റ്റോറിയിലെ കൂട്ടത്തിലുള്ള ഒരു രേഖ അവിടെ കാണാം. 2 ഫ്ലോറിലായിട്ടാണ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ബാഗൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി. വേൾഡ് വൈഡ് കൾച്ചർ കാണിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത്. എല്ലാം കണ്ടാൽ ശരിക്കും ഒറിജിനൽ ആണെന്നാണ് തോന്നിപ്പോകുന്നത്. കുട്ടികൾക്കായിട്ടുള്ള UAE-യിലെ ആദ്യത്തെ എഡ്യൂക്കേഷണൽ സിറ്റിയാണിത്. ഏതാണ്ട് 3 വയസ്സ് മുതൽ ഒരു 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എൻജോയ് ചെയ്ത് ലേൺ ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണിത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫൺ ബൗണ്ടഡ് ആയിട്ടുള്ള ലേണിംഗ്. അവിടെ നിന്ന് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ലോകം ചുറ്റാൻ പോയി. ഒരു SS2 റിലേറ്റഡ് ഏരിയ ആണിതെന്ന് പറയാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്സ് കാണിക്കുന്നുണ്ട്. പിന്നെ UAE-യിലുള്ള കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അവിടേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള റൂട്ട്, ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഇന്ന് ദുബായ് ഗോൾസൂക്ക് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ലൊക്കേറ്റ് ചെയ്തു. അങ്ങനെ അത് റൂട്ട് കാണിച്ചു. പിന്നെ ഞങ്ങളൊന്ന് റൂട്ട് വരയ്ക്കാൻ പോവുകയാണ്. അതിന് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് തന്നെ എന്നെ ഹെൽപ്പ് ചെയ്തു. ആദ്യം മര്യാദയ്ക്കുള്ള രീതിയിൽ ഞങ്ങൾ പോയി. പിന്നെ വന്നപ്പോഴാണ് ഇതാ നോക്കിയാൽ വളഞ്ഞ വഴി കൂടെ സഞ്ചരിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. പിന്നെ ഞങ്ങൾക്കുള്ള ഫുഡ് ഏരിയ ആയിരുന്നു. ഇതൊന്നും ഒറിജിനൽ അല്ല കേട്ടോ, ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ്. പല രാജ്യത്ത് നിന്നുള്ള ഫുഡ് ഐറ്റംസ്, കൂട്ടത്തിൽ 2 സ്പെഷ്യലും കൂടി ഉണ്ടായിരുന്നു. ഇവിടെ വന്ന പിള്ളേരൊക്കെ അയ്യേ പറഞ്ഞ് ഉടന്ന് കണ്ടപ്പോഴാണ് ഞാൻ വന്ന് കാര്യം നോക്കിയത്. ദുബായ് അൽ റിയാദ് സ്ട്രീറ്റിലുള്ള ക്രീക്ക് പാർക്കിലാണ് ഈ ചിൽഡ്രൻ സിറ്റി. ഇതിനുള്ളിൽ ചിൽഡ്രൻ സിറ്റി കൂടാതെ ഡോൾഫിൻ ഏരിയ ഉണ്ട്. അവിടെ ഡോൾഫിൻ ആൻഡ് സെയിൽ ഷോ കാണാൻ പറ്റും. പിന്നെ ബേഡ് ഷോ ഉണ്ട്, 5D സിനിമ, മിറർ മെയ്സ്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഈ ഒരു കാഴ്ച കണ്ടാണ് ഇതിനുള്ളിലേക്ക് കയറുന്നത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ആരും ഒരാൾ അവിടെ ഒറിജിനലായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നും. അവിടെ ഒരു ഇരുട്ട് ഗുഹ കണ്ടിട്ട് എന്നെ പേടിപ്പിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോകുന്ന പോക്കാണിത്. ഇന്ന് ഞങ്ങളെ പേടിപ്പിക്കുന്ന ടീച്ചറെ ഇന്ന് ഞങ്ങളൊന്ന് പേടിപ്പിക്കാമെന്ന് അവർ കരുതി. പക്ഷെ ഒത്തില്ല. കൂട്ടത്തിൽ ഇത് എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ സെലക്ട് ചെയ്യുന്ന മീനിനെ ഒരു ചേട്ടൻ വന്ന് പിടിച്ചു തരും. എന്നിട്ട് അതിൻ്റെ വിലയും വെയിറ്റും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. ഇതിനുള്ളിൽ കൈയിട്ട് ഉള്ളിലുള്ള സാധനം ഗസ് ചെയ്യാനാണിത്. ഇത് ചിൽഡ്രൻ സിറ്റിയുടെ മോഡലാണ്. പിന്നെ ഒരു ഭാഗം പേൾ ഡൈവിങ്ങിനെ പറ്റി മാത്രമുള്ളതായിരുന്നു. UAE-യുടെ ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ പേൾ ഡൈവിങ്ങിന് നല്ലൊരു സിഗ്നിഫിക്കൻറ്റ് റോളാണുള്ളത്. ഓയിൽ ഡിസ്കവറിക്ക് മുന്നുണ്ടായിരുന്ന ഒരു പ്രധാന വരുമാന മാർഗമായിരുന്നത്. പിന്നെ കുറച്ച് നേരം ഒട്ടക റേസൊക്കെ നടത്തി കുറച്ച് ഓൾഡ് ബിൽഡിംഗ് കാണാൻ പോയി. പാവങ്ങളുടെ എഞ്ചിനീയർ എന്നറിയപ്പെട്ടിരുന്ന ഹസൻ ഫാത്തി നിർമ്മിച്ച കുറേ ബിൽഡിങ്സ് ആയിരുന്നു ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ കുറച്ച് അറബ് ട്രഡീഷണൽ ജ്വല്ലറി കണ്ടു. അല്ലിക്ക് ആഭരണം എടുക്കാൻ പോയ കഥയാണ് ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. അവിടെ നിന്ന് പുറത്തേക്കുള്ള വ്യൂ സൂപ്പർ ആയിരുന്നു. അവിടുന്ന് നേരെ പോയത് ഹ്യൂമൻ ബോഡി കാണാനാണ്. അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച കൊട്ടത്തേങ്ങ പെറുക്കി കൂട്ടുന്ന പോലെ ഇന്റേണൽ ഓർഗൻസിന്റെ ഒക്കെ തോന്നിയതുപോലെ എടുത്തു വെക്കുന്നു. പിന്നെ അവിടെ കണ്ടതിനൊക്കെ പെറുക്കി കൂട്ടിയെടുത്ത് പഠിപ്പിച്ചു കൊടുത്തു. അവിടെ നിന്ന് കുറച്ച് പേര് അതൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ വന്നവരൊക്കെയാണ് എവിടേക്കാണ് വെക്കുന്നതെന്ന് കണ്ടു നോക്ക് നിങ്ങൾ. പിന്നെയും ഞങ്ങൾ വേറൊരു ലോകം ചുറ്റലിന് പോയി. ഇത് UAE മാത്രമല്ല, ഓൾ ഓവർ ദ വേൾഡിലുള്ള ഫേമസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. എനിക്ക് വേൾഡ് ഡിസ്നി കാണണമെന്നുള്ള ആഗ്രഹത്തിൽ സ്ഥലമൊക്കെ സെലക്ട് ചെയ്തു. പക്ഷെ ലക്ഷ്യസ്ഥാനത്ത് എത്താറായപ്പോഴത്തേക്ക് ഏതോ ഒരു വിരുദ്ധൻ വേറൊരു സ്ഥലം സെലക്ട് ചെയ്തു. അപ്പം അതങ്ങ് പോയി. അവരെയും ലോകം ചുറ്റും അടുത്ത് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്താ പിന്നെ ഇരുന്ന് ലോകം ചുറ്റുന്നു. ഇനി ഞങ്ങൾ പോകുന്നത് സ്പേസ് എക്സ്പ്ലോറേഷൻ ആണ്. ഒരു സ്പേസ് ഷട്ടിലിന്റെ ഉള്ളു പോലൊക്കെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
ഇനിയായിരുന്നു മറ്റൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ട്, പ്ലാനറ്റേറിയം ഷോ. സോളാർ സിസ്റ്റവും അതിലെ പ്ലാനറ്റ്സിനെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഓരോ പ്ലാനറ്റ്സിനും ഒരു താരപരിവേഷമായിരുന്നു എൻ്റെ കുട്ടികൾ കൊടുത്തിരുന്നത്. ഓരോ പ്ലാനറ്റ് വരുമ്പോഴും കൈയടിച്ചാണ് അവർ വരവേറ്റത്. ഈ യാത്രയുടെ ഷോർട്സ് എടുത്തപ്പം ഇതൊക്കെ കട്ട് ചെയ്ത് 1 മിനിറ്റ് ആക്കാൻ ഞാൻ ഏറെ കഷ്ടപ്പെട്ടു. ഇതൊക്കെ കട്ട് ചെയ്തതിൻ്റെ വിഷമം കൊണ്ടാണ് ഞാൻ ഇതൊരു ലോങ് വീഡിയോ ആക്കാൻ വിചാരിച്ചത്. അങ്ങനെ കുട്ടികളും കൂട്ടത്തിൽ ഞാനും ഏറെ എൻജോയ് ചെയ്തൊരു എഡ്യൂക്കേഷണൽ ട്രിപ്പായിരുന്നു ഇത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.